യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 12 മുതൽ 17 വരെയുള്ള വചനഭാഗമാണ് ഇന്നത്തെ നമ്മുടെ സുവിശേഷ ചിന്താവിഷയം. പ്രാർത്ഥനകൾക്ക് മറുപടിയില്ലാതെ ജീവിതം ഒരു വഴിമുട്ടിയ അവസ്ഥയിൽ നിൽക്കുമ്പോൾ ദൈവം ശരിക്കും നമ്മെ കേൾക്കുന്നുണ്ടോ എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? പ്രിയ സഹോദര സഹോദരി, സ്നേഹിക്കപ്പെടാൻ ആരുമില്ലെന്ന തോന്നലും ലക്ഷ്യബോധമില്ലായ്മയും നിങ്ങളെ തളർത്തുന്നുണ്ടെങ്കിൽ ഈശോ ഇന്ന് നിങ്ങളോട് പറയുന്നത് മറ്റൊന്നാണ്. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവീൻ എന്ന കൽപ്പന വെറുമൊരു വാക്കല്ല, മറിച്ച് നമ്മുടെ തകർന്ന ഹൃദയങ്ങൾക്കുള്ള മരുന്നാണ്. നിങ്ങൾ ഈ ലോകത്തിൽ ഒറ്റപ്പെട്ടവരല്ല, മറിച്ച് ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ട സ്നേഹിതന്മാരാണ്, ദാസന്മാരെന്നല്ല, തൻ്റെ ആഴമേറിയ രഹസ്യങ്ങൾ പങ്കുവയ്ക്കുന്ന സുഹൃത്തുക്കളാണ് എന്നാണ് അവിടുന്ന് നമ്മെ വിളിക്കുന്നത്. നമ്മുടെ വേദനകളിൽ ക്രിസ്തുവിൻ്റെ സാന്നിധ്യം തിരിച്ചറിയുമ്പോൾ മാത്രമാണ് ജീവിതത്തിന് യഥാർത്ഥ അർത്ഥമുണ്ടാകുന്നത്, യഥാർത്ഥ ലക്ഷ്യമുണ്ടാകുന്നത്. നാം ഈശോയെ തിരഞ്ഞെടുത്തതല്ല, മറിച്ച് അവിടുന്ന് നമ്മെ ഓരോരുത്തരെയും പേര് ചൊല്ലി വിളിച്ച് തിരഞ്ഞെടുത്തതാണ്. നാം പോയി ഫലം പുറപ്പെടുവിക്കുന്നതിനും നമ്മുടെ ഫലം നിലനിൽക്കുന്നതിനുമാണ് അവിടുന്ന് നമ്മെ നിയോഗിച്ചിരിക്കുന്നത്. ക്രിസ്തുവിൻ്റെ നാമത്തിൽ നാം പിതാവിനോട് ചോദിക്കുന്നത് എന്തും അവിടുന്ന് നമുക്ക് നൽകുമെന്ന് ഈ വചനഭാഗം ഉറപ്പു നൽകുന്നു. സ്നേഹത്തിൽ അധിഷ്ഠിതമായ ഒരു ജീവിതം നയിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനകൾ സ്വർഗത്തിൽ കേൾക്കപ്പെടും. ലോകത്തിൻ്റെ വെറുപ്പിന് പകരം സ്നേഹത്തിൻ്റെ വിത്ത് പാകാനാണ് കത്തോലിക്കാ സഭ നമ്മെ ഇത്തരണത്തിൽ ഓർമ്മിപ്പിക്കുന്നത്. ഈ വലിയ ദൗത്യം ഏറ്റെടുക്കാനുള്ള കൃപയ്ക്കായി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹം നിങ്ങളെ എപ്പോഴും കാത്തു സൂക്ഷിക്കട്ടെ. പിതാവായ ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. വർഷം മുഴുവനും സുവിശേഷ ചിന്തകളും പ്രാർത്ഥനകളും നൊവേനകളും വരാനിരിക്കുന്ന പോഡ്കാസ്റ്റ് പരമ്പരകളുടെ അറിയിപ്പുകൾ താമസമില്ലാതെ ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. എൻ്റെ കൂടെ ഒരുമിച്ച് ഈശോയെ ഞാൻ അങ്ങയെ ഒത്തിരി സ്നേഹിക്കുന്നു എന്ന് ഒരു തവണ പറയുമോ? ഗോഡ് ബ്ലെസ് യു.